ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഫീൽഡാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻവാസ് ക്ലോത്താണ്. നിങ്ങൾക്ക് ആക്രിലിക് പേപ്പർ അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്കൈ ആണ് കൊടുക്കുന്നത്. അതിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്രഷ്യൻ ബ്ലൂ ആണ്. പ്രഷ്യൻ ബ്ലൂ പൊതുവേ ഒരു ഡാർക്ക് ടോണുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്. അത് പൊതുവേ നൈറ്റ് സ്കൈക്കൊക്കെയാണ് പെയിൻറ്റ് ചെയ്യാറ്. പക്ഷേ എനിക്ക് കുറച്ചൊരു ഡെപ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്ലൂ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്കൈ ബ്ലൂ ഒഴികെ വേറെ ഏത് ബ്ലൂ, അതായത് സിറുലിയൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ, അൾട്രാമറൈൻ ബ്ലൂ, അങ്ങനെ ഏത് ബ്ലൂ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റർ ടോണാക്കി താഴത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം ഓറഞ്ചും യെല്ലോയും ഷെയ്ഡ് വെച്ചിട്ട് സ്കൈൻ്റെ താഴത്തെ പോർഷൻ നിന്ന് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യുക. ചെറിയൊരു പോർഷൻ മാത്രമാണ് ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുന്നുള്ളൂ. അതിന് വേണ്ടി ഞാൻ ചെറിയൊരു റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ഭാഗത്ത് കുറച്ച് വൈറ്റ് പെയിൻറ്റും കൂടെ വെച്ചിട്ട് മുകളിലത്തെ ബ്ലൂ കളറും താഴത്തെ ഓറഞ്ച് കളറും കൂടെ ചേർത്തങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ലാവൻഡർ ഫീൽഡ് പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ബേസ് കോട്ടായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. സാധാരണ പല പല റോസ് ആയിട്ടാണ് ഈ ഒരു ലാവൻഡർ ഫീൽഡ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ സെക്ഷനായിട്ട് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സാപ്പ് ഗ്രീൻ വെച്ചിട്ട് കുറച്ച് പുല്ലൊക്കെ തോന്നിക്കുന്ന രീതിയിൽ ഓരോ റോ ഇൻ ബിറ്റ്വീൻ പുല്ലൊക്കെ കാണും. അതിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കാൻ വേണ്ടിയാണ് സാപ്പ് ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുന്നത്. അതിനുശേഷം ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ലാവൻഡറിൻ്റെ പൂക്കൾ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ദൂരെ കാണുന്ന ഫ്ലവേഴ്സ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലും അടുത്ത് കാണുന്ന ഫ്ലവേഴ്സ് കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ലാവൻഡറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി തിൻ ലൈൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീട് വരച്ചു കൊടുക്കാം. വീട് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വീട് വരയ്ക്കാം, അല്ലെങ്കിൽ വിൻഡ് മില്ല് വരയ്ക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ ഇങ്ങനത്തെ ഫീൽഡൊക്കെ വരയ്ക്കുമ്പോൾ ദൂരെ കാണുന്ന രീതിയിലൊരു എലമെൻറ്റ് വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പെയിൻറ്റിങ് കാണുന്ന ഒരാൾക്ക് ശ്രദ്ധ നേരെ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്കോ എലമെൻറ്റിലേക്കോ പോകും. അത് നല്ലൊരു കാര്യമാണ്. പെയിൻറ്റിങ്ങിൽ നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു തീം നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതിന് വേണ്ടിയുള്ള കുറച്ച് ട്രീസും കാര്യങ്ങളൊക്കെ നമ്മൾ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീടിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്ന ഷെയ്ഡ് ബേൺഡ് അംബർ എന്ന് പറഞ്ഞ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡുമാണ്. അപ്പോൾ ഈ ലാവൻഡർ ഫീൽഡൊക്കെ കാണാൻ നല്ല രസമാണ്. അതുപോലെ ലാവൻഡറിൻ്റെ ലോഷനും ലാവൻഡറിൻ്റെ ഡിയോഡൻ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ വൺസ് നമ്മൾ ഈ ലാവൻഡർ ഫീൽഡ് നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നേരമൊക്കെ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ നേരത്തേക്ക് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മണം അങ്ങ് അടിക്കുന്ന പോലെ തോന്നും, നല്ല മടുപ്പിക്കുന്ന പോലെ തോന്നും. വൺസ് നമ്മൾ വിസിറ്റ് ചെയ്ത് വീട്ടിലെത്തിയ ശേഷമാണെങ്കിലും നമുക്കതിൻ്റെ സ്മെല്ല് നമുക്കങ്ങനെ ഫീൽ ചെയ്യും, മൂക്കിൽ അടിച്ചു കയറുന്ന പോലെ തോന്നിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ ഞാൻ പറഞ്ഞേ. അപ്പം നിങ്ങൾ ആരെങ്കിലും ലാവൻഡർ ഫീൽഡിൽ വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.